ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടൊക്കെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഗൈസ്, ദിസ് ഈസ് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. എനിക്കൊരു 5-10 കമൻറ്റ് അത്ര വേണ്ടല്ലേ, ഓക്കെ, 2-3-4 കമൻറ്റ് എനിക്ക് വന്നു. ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. ഇത്രയും സ്നേഹത്തോടെ നിങ്ങളിത് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ തരാതിരിക്കാൻ മനസ്സ് വരാം? ഞാൻ അത്രയ്ക്കും ചീറ്ററല്ല, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാനാണ് ഇത് നോക്കിയിട്ടുള്ളത്. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യാസം വരുത്താമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഓവർ ലാഗ് പിടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലോട്ടൊക്കെ കിടക്കാം. ഗൈസ്, ഞാൻ ഇതാ ഒരു അതിരാവിലെ എണീക്കാണ്ട് ഒരു 7 മണിയൊക്കെ അയക്കുന്നുണ്ട് എണീക്കുമ്പോൾ. അപ്പോൾ ഞാൻ എണീക്കുന്നതിൻ്റെ ഒരു കുറച്ച് തൊട്ട് മുന്നേ എണീച്ചിട്ടുള്ളൂ ശസമോള്. അപ്പോൾ എനിക്കിങ്ങനെ ബെഡൊക്കെ റെഡിയാക്കി തരാൻ വേണ്ടി വന്നേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എന്നെ ആക്കിക്കോളാന്ന് പറഞ്ഞു. കാരണം ഞാൻ കിടക്കുന്ന സ്ഥലം അങ്ങനെ അങ്ങോട്ട് വൃത്തിയിടാവാറില്ല. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടി വിരിക്കാൻ നിന്ന്. അപ്പോൾ ഈ ഒരു ബൊമ്മ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴാണ് കേട്ടോ, നമ്മൾ അതിനെ സ്റ്റെല്ല എന്നാണ് വിളിക്കാറ്. അപ്പം ഞാൻ രാത്രി കിടക്കുമ്പോൾ രാവിലെ വരെ എൻ്റെ കൂട്ടത്തിലുണ്ടാവും. എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്തെങ്കിലും വേണം. അപ്പോഴാണ് എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ തന്നെ പറ്റും. അങ്ങനെ തട്ടിവിരിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നടത്തേക്ക് വന്നപ്പോൾ ഇമ്മതാ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സൺഡേ ആണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ സൺഡേ ഉമ്മ ഷോപ്പ് ക്ലോസ്ഡ് ആകുമ്പോൾ ഉമ്മ വീട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യും. നമുക്ക് വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഉണ്ട്. അപ്പം അർജൻറ്റ് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഞാനിതാ ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ശുദ്ധവായുകളൊക്കെ അകത്തേക്ക് കയറട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ വീടിൻ്റെ തലങ്ങും വിലങ്ങും ഒക്കെ ഇങ്ങനെ വേറൊരു വീടുകൾ ഇങ്ങനെ പൊന്താണ്. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനെ ബംഗാളികൾ പണിയെടുക്കണമൊക്കെയാണ് കാണുക. ചില ദിവസം ഇങ്ങനെ കണി കാണുന്നതന്നെ ബംഗാളികളായിരിക്കും. അങ്ങനെ ഇതാ രാവിലെ തന്നെ വീട്ടിലെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്മ അങ്ങനെ പുറത്ത് ആറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രയറിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കൊണ്ടു കൊടുത്തു. അപ്പം ഷെസമോള് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനോട് ഓളിൻ്റെ വൈത്താലെ നടക്കുക. ഓക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയി പല്ലൊക്കെ തേക്കാന്ന് വിചാരിച്ചു. പല്ലിൽ നിന്നൊരു ഗുളുഗുളു ഇങ്ങനെ പറിച്ചില്ലേ, അപ്പം ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേക്കാൻ നിന്നു. അപ്പോൾ ഞാൻ ഫേസ് വാഷായിട്ട് ഞാൻ ഈ ഒരു സെറ്റാഫിലിൻ്റെ ഈ ഒരു ക്ലെൻസറാണ് രാവിലെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ക്ലെൻസർ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യല്. അപ്പം ഇന്നലെ ഇപ്പം എന്താ പറയുക, ഫേസ് വാഷാണ് യൂസ് ചെയ്തതെങ്കിൽ ഇന്ന് ക്ലെൻസർ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇതുണ്ടല്ലോ എൻ്റെ ഫ്ലവർ കൂടാണ്. ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ ചെറിയൊരു ഫ്ലവർ വരികയാണെങ്കിലും ഞാനതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് ഒരു മയോണൈസിൻ്റെ ഒരു ബോട്ടിലായിരുന്നു, ഒരു വെച്ചത് ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പ് ഒരു ബോട്ടിലായിരുന്നു, നല്ല വെയിറ്റുള്ള. അപ്പം ഞാനതിങ്ങനെ നല്ല ആസ്തറ്റിക് പെയിൻ്റൊക്കെ കൊടുത്ത് അതിൽ ലവ് ഹാർട്ടൊക്കെ കൊടുത്ത് കണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഒരു സാധനമായിരുന്നു. അതിൻ്റെ കോലപ്പം കാണണം നിങ്ങൾ. ഈ ചെറുതിൻ്റെ പണിയാണ്. ഈ ഷെസ്മോളടുത്ത് ഒന്നും വെക്കാൻ പറ്റില്ല, ഒക്കെ നശിപ്പിച്ചാളും. ഞാൻ എന്നിട്ട് എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സുകൾ, അതൊക്കെ അങ്ങനെ അതിലിങ്ങനെ വെക്കും. എന്നിട്ട് ഇപ്പം അത് നിറഞ്ഞിക്കിടും. ഇൻഷാല്ല ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് മെച്ചൊക്കെ പെടുത്തി എന്താ പറയുക കുറച്ച് സെറ്റാക്കി കൊണ്ടുവന്ന കുറച്ച് DIY ഒക്കെ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരു പ്ലാൻ ഉണ്ട്. ഇൻഷാല്ല നമുക്കത് സെറ്റാക്കണം. എനിക്കൊന്നാമത് അതിനുള്ള ആ ഒരു സമയം സാഹചര്യം വന്ന് തതുകൊണ്ടാണ്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ ഗൈസ്, അണ്ടിയാണത്. അണ്ടീൻ്റെ പാത്രം നിറച്ചുണ്ടായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ ഇതിങ്ങനെ എടുത്ത് തിന്ന് അവസാനം അത് പാത്രത്തിന്റെ അടിയിൽ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ എടുത്ത് തിന്നുന്നതല്ല പ്രശ്നം, ഇത് തിന്നണത് നമ്മളാരും കാണുന്നില്ല. ഇതിങ്ങനെ കട്ടെടുത്ത് കൊണ്ടേ തിന്നാ തോന്നുന്നുണ്ട്. ഞങ്ങളാരും കാണുന്ന പോലില്ല. അങ്ങനെ ഇതാ പിന്നെ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേനോ അങ്ങനെ വീടിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങനെ വീട് പണികളാണ്. ഇപ്പൊ നമ്മുടെ മറ്റേ ദിലീപിന്റെ സിനിമ അല്ലേ, മേരിക്കൊണ്ടൊരു കൊണ്ടൊരു കുഞ്ഞാട്, ആ ഒരു സിനിമത്തെ പോലെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കുയിലേക്ക് വീകുന്ന പോലത്തെ അവസ്ഥ. ഇൻഷാല്ല ഇനി നമുക്കും ഒന്ന് വീടൊക്കെ ആവണം. എല്ലാവരും ഇങ്ങനെ വീട് ഉണ്ടാക്കണം നോക്കിയൊക്കെ, അല്ലാണ്ട് ഇൻഷാല്ല നമുക്കും കൂടി ഒരു വീട് സെറ്റ് ആവട്ടെ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക ഗൈസ്. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ലിബാമ് തരികയാണ്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ അവസ്ഥ ഇതാണ്. ലോകത്തുള്ള എല്ലാ പേപ്പറും ചപ്പ് ചവറുകളും എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കാണ്. അപ്പോൾ അങ്ങനെ അവസാനം എൻ്റെ ലിബാമ് കിട്ടിയിരിക്കുന്നു. നമുക്ക് എൻ്റെ ചെറിയൊരു മോർണിംഗ് സ്കിൻ കെയർ ആവാം. ഞാൻ ഓൾറെഡി ഇപ്പം ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇതാ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം 2-3 തുമ്മലൊക്കെ ഓൾറെഡി രാവിലെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ബാക്കിലുള്ള വാതിൽ പോയി തുറന്നില്ല. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു പൊടി അത് അങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ച് കയറി. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ തുമ്മലൊക്കെയാണ്.
അങ്ങനെ അതാ ഞാൻ ലിപ്പൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ ഹിമാലയൻ്റെ ലിബാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പിഗ്മെൻറ്റേഷനൊക്കെ പോക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ ചുണ്ടനങ്ങൾ കണ്ടില്ലേ, താഴത്തെ അതായത് താഴത്തുള്ള ചുണ്ടുമ്മലൊന്നും എനിക്ക് ഓവർ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പർ ലിപ്സിൽ കുറച്ചുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഹിമാലയയുടെ ഈ ഒരു ലിബാം എന്നെ നല്ല സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പിഗ്മെൻറ്റേഷൻ പോക്കാൻ. ഞാൻ ഒരു ടൈമിൽ ഡാസ്ലർ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ ആ ഒരു കോളേജ് ടൈമിലൊക്കെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതിൽ ഞാൻ മോയ്സ്ചറൈസറായിട്ട് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരുന്നത്. ഓ എൻ്റെ പൊന്നെ, അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ആ പാട്ട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അത്രയും ഊറ്റി പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് ഫേസിലിട്ടിരിക്കുന്നത്. ഈ ഒരു 2 പ്രൊഡക്റ്റാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ ചെയ്ത് തീർത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് നല്ല നൈസ് പത്തിരിയും അതേപോലെ തന്നെ നല്ല ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കറി നമ്മൾ വീട്ടിൽ വെച്ചതായിരുന്നു. കൂടുതൽ വെള്ളപ്പവും അതേപോലെ തന്നെ നൈസ് പത്തിരിയും കൂടി നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിച്ചു. കാരണം നമുക്ക് ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിന് പോകാനുള്ള ആ ഒരു തിരക്ക് ജഗബഗ് ആയതുകൊണ്ട് വീട്ടിൽ നമ്മൾ ഇത് പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പം ഞാൻ ചായ കുടിക്കുമ്പം ഒരു 10 മണിയാ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം. അപ്പം അതുവരെ ശസമോള് ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഗൈസ്. എൻ്റെ പുറം തന്നെ കുടിക്കുള്ളൂ, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒക്കെ എൻ്റെ പുറം തന്നെ കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും നിന്നില്ല. അങ്ങനെ പിന്നെ അവസാനം എൻ്റെ ഒപ്പം കുതിർന്നിട്ട് പത്തിരി ഫുള്ളോള് തിന്നിക്കണ്. അങ്ങനെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പം ഇമ്മതാ അടിക്കണേ. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ അമ്മ അടിക്കണത്, റമിക്ക് ഇന്ന് കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ്. അപ്പോൾ ഓളൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കത് കല്യാണത്തിന് വേണം പറഞ്ഞപ്പം ഇമ്മ രാവിലെ തന്നെ എണീച്ചിട്ട്, നമ്മൾ രാവിലെ ഷുഗറൊക്കെ വിട്ടിട്ടില്ലേ, ഞാൻ വിചാരിച്ച സത്യത്തിൽ ഇത് കസ്റ്റമറുടെ ആദ്യമായിരിക്കുന്നു. പിന്നാണ് ഇമ്മ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓളതാണെന്ന്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഉമ്മ മിഷീമിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം എപ്പോഴൊക്കെ സംസാരിച്ചപ്പോഴും അപ്പം അങ്ങനെ സംസാരിച്ചും കൊണ്ടാണ് ഉമ്മ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഗൈസ് ഇതാ പിന്നെ നമ്മൾ തീരെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റാൻ റെഡിയാവാൻ പോവാണ്. എന്നാലേ ഓരോതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇൻ്റെത് കഴിയുള്ളൂ. കുളി നനയെന്നുള്ളൊന്നും ആരും ചോദിക്കരുത് ഗൈസ്. ഞാൻ ഡ്യൂട്ടി ഉള്ള സമയത്ത് രാത്രിയാണ് കുളിക്കാറ്. എനിക്ക് പകൽ കുളിച്ചാൽ ശരിയാവില്ല. പിന്നെ ലീവുള്ള സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ പകൽ തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കുളിക്കാറുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അലമാരയുടെ അവസ്ഥയാണ് ഗൈസ്. ഈ അലമാര എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടാകും. അന്നപ്പം മുതൽ ഞാനിതിങ്ങനെ നന്നാക്കും, വീണ്ടും ഇതേപോലെ നന്നാക്കും, വീണ്ടും ഇതേപോലെ. ഇതാണ് ഇപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഈ അലമാരയിൽ A to Z കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഈ അലമാരയിലുണ്ട് ഗൈസ്. ചേട്ടാ എന്തോരാ ഡ്രസ്സാണ് ഈ പെണ്ണിൻ്റെ അലമാരയിൽ കിടക്കുന്നത് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതിന് മാത്രം ഡ്രസ്സൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് വെച്ചാൽ ഒന്നും ആവില്ല. ഞാനത് പിന്നെ എനിക്ക് പറ്റാണ്ടാവുമ്പോഴൊക്കെ എനിക്കൊരു അനിയത്തിയുണ്ട് ഫാമിലിയിൽ തന്നെ, അപ്പോൾ ഓക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കത്തിക്കാറ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവും ഗൈസ്. ഞാനൊന്നും ചെയ്യൂലെങ്കിലും ഒരുപാട് സാധനങ്ങൾ എൻ്റെ അലമാരേൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഓരോ സമയത്തും ടൗണിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങി കൂട്ടുന്നതാണ്. പിന്നെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ സാധനങ്ങൾ വാങ്ങി വെക്കും. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഗൈസിൻ്റെ അലമാരയിൽ. ഈ അലമാരയുടെ ഒരു എന്താ പറയുക, അലമാര ടൂർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അത്രയും ചണ്ടികൾ ഈ അലമാരൻ്റെ അകത്തുണ്ട് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഒരു അലമാരേൻ്റെ തന്നെ ഒരു ക്ലീനിങ് വ്ളോഗൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഏത് ഡ്രസ്സ് ഞാൻ ഇടും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ എവിടെ ക്യാമറ ഇട്ട് പോയിരുന്നാലും അവിടെ വന്നു. ഇപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓള് മാറ്റി ഇതാക്കി ഒന്നും ഓള് ചെയ്യുന്നില്ല. ഓൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്തൊക്കെ വീഡിയോ എടുക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഇരുത്തം കണ്ടില്ലേ, ഇത് ഞാനൊരു 10 മിനിറ്റോളം അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും ഗൈസ്. എന്താണ് ഈ ഡ്രസ്സ് ഇപ്പോൾ ഏതിടുന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി അവസാനം പിന്നെ ഇമ്മൻ്റെ അടുത്തുനിന്ന് ഒന്ന് ചീത്ത കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവസാനം ഈ ഡ്രസ്സ് എടുക്കും. ഈ ഡ്രസ്സ് പിന്നെ മേലെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഇത് ഒരു വട്ടത്തിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതന്നെ ആക്കാം, കല്യാണമല്ലേ, കുറച്ച് ആർഭാടായിരിക്കട്ടെ വിചാരിച്ചു. ഇത് ഞാൻ തന്നെ ഫാബ്രിക് പോയി എടുത്ത് റണ്ണിങ് ഫാബ്രിക് എടുത്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ്. ഒരു മുട്ട് വരെയുള്ള ഒരു ടോപ്പും അതേപോലെ തന്നെ നല്ല സ്കേർട്ട് പലാസയും നല്ല ദുപ്പട്ടയിലൊക്കെ അങ്ങനെ സ്കാലപ്പ് പോലെയുള്ള ലേസൊക്കെ വെച്ചിട്ട്
അയ്യോ ഞാനതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദുപ്പട്ടൻ്റെ ലേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഡ്രസ്സ് നല്ല അടിപൊളിയാണ്. അങ്ങനെ അതാ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ച് തരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇമ്മനോട് ചീത്തയൊക്കെ തുടങ്ങി. ഓ ഈ എന്തെങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ചീത്തയൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ മൂത്ത വൈമലേക്ക് ജസ്റ്റ് എന്തോ ഡ്രസ്സിൻ്റെ എന്തോ കവറാണ് അത് തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് റോട്ടുമ്മലേക്ക്. അപ്പം തമ്പത്തേക്കാണ്, ഈ ഇടയിലേക്കാണ് പോകുന്നത്. ഓ ഈ ഇടയിലേക്കാണ് ഇവള് വണ്ടി എടുത്ത് പോയത് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത്. ഞാൻ ആന മടിച്ചിയാണ്. ആ മടിച്ചിയായി ഞാൻ ഈ തമ്പത്തേക്ക് വണ്ടി എടുത്താണ് പോയത്. അങ്ങനെ ഇതാ മൂത്തൻ്റെ അടുത്ത് നിന്ന് ആ കവറും വാങ്ങി. നിങ്ങൾക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഗൈസ്. മൂത്ത ആ സഞ്ചിൻ്റെ അകത്തുനിന്ന് കവർ എടുത്ത സമയത്ത് ഇമ്മൻ്റെ ഒരു വള ആ കവറിൽ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വളയെ അവിടെ കളഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ ഞാനിങ്ങനെ ഈ CapCut ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആ വള അങ്ങനെയാണ് പോയതെന്ന് മനസ്സിലായത്. അങ്ങനെ ഇതാ ഗൈസ് നേരെ മാറ്റുന്ന പരിപാടിയിലേക്ക് ഞാൻ കടന്നു. റിമി കണ്ടോ മാറ്റമൊക്കെ കഴിഞ്ഞ് ഈ ഡ്രസ്സ് ഇന്ന് രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു ഓളിട്ടിട്ടുള്ള. അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ലെൻസ് വെച്ചില്ല എന്നുള്ളത്. ഞാനും ഓള് ലെൻസ് വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് ലെൻസൊക്കെ വെച്ച് മാറ്റി വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ലെൻസ് വെക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ലെൻസുകളൊക്കെ വെച്ചു. എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഗൈസിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് പിന്നെ ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുറേ കാലത്തിന് ശേഷം ലെൻസ് വെക്കണത്. ഇതിൻ്റെ മുന്നേ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് വെക്കുന്നത് ഗൈസ്. എനിക്കിങ്ങനെ കണ്ണിൽ ഭയങ്കര ഇങ്ങനെ ഒരു തടുപ്പ് പോലെ ഉണ്ടായിരുന്നു, ഭയങ്കര ഇറിറ്റേഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഒന്നും നീണ്ടു പോയിട്ടില്ല ഗൈസ്, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ ഗൈസ് നമുക്ക് തീരെ നേരമില്ലേനു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെമി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാനും ഉമ്മി ഓളെ കാത്ത് കയറി നിൽക്കുന്നു. നമുക്ക് ഹോളൊന്നും അറിയൂലേനു. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര പട്ടി ഷോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. ഞാൻ ഓൾറെഡി എനിക്ക് ലെൻസ് വെച്ചിട്ട് കണ്ണിൽ ഭയങ്കര എനിക്കൊരു മഞ്ഞിച്ച പോലെ എനിക്ക് കാണുന്നില്ല. പിന്നെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് പൊടിയൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും നല്ലപോലെ കണ്ണ് കാണുന്നില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് പോയി. കണ്ണ് കാണുമെങ്കിലും അതിൻ്റെ അഹങ്കാരം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഫോണിൻ്റെ അകത്തൊക്കെ കയറിപ്പോയാതെ. അപ്പോഴത്തേക്ക് റെമി വന്നതിനെ കൊണ്ട് കഴിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹോളൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ നേരെ ഹോളിലെത്തി. ആപ്പണ്ടായിരുന്നു, ആപ്പി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് നേരം അവിടെ അങ്ങനെ തിരിഞ്ഞ് കളിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡ് വെറും ശോകമായിരുന്നു ഗൈസ്, ഒട്ടും കൊള്ളില്ലായിരുന്നു. ഞാൻ അത് അങ്ങനെ തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആ വെള്ളപ്പൊക്കെ തിന്നതിനെ കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് വിശപ്പില്ലായിരുന്നു. ഇനി കുറച്ച് ചട്ടികളുടെ കുട്ടികളുടെ നമ്മുടെ ഫിച്ചൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വാപ്പൻ്റെ മൂത്ത ഏട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിണ്ടായിരുന്നത്, മൂത്താപ്പൻ്റെ വീട്ടിലേക്ക്. ഇവരാണെങ്കിൽ ഇങ്ങനെ മാസത്തിലും ആഴ്ചയിലൊക്കെയാണ് ഇങ്ങനെ വീട് മാറില്ല. ഞാൻ പോകുമ്പോൾ ഓരോ വീട്ടിലായിട്ടാണ് ഞാൻ പോകല്. അങ്ങനെ നമ്മൾ പറയാണ്ടാണ് കേട്ടോ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു പൂവീട് അങ്ങനെ പറയാം ഗൈസ്. അത്രയ്ക്കും പൂക്കൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ തോനെ പൂക്കളൊക്കെ ഉള്ള വീട്. നമ്മളെ വീട്ടിലൊക്കെ ആദ്യം തോനെ പൂക്കളുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വാടകയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മാറുന്നതനുസരിച്ച് 1-2 ട്രിപ്പൊക്കെ ഇങ്ങനെ ചെടികളുടെ ചട്ടിക്കായിട്ട് നമ്മളിങ്ങനെ ട്രിപ്പ് അടിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു സ്വന്തം വീടാകുമ്പോൾ ഇൻഷാല്ല ഇനി ഇതേപോലെ ചെടികളൊക്കെ ഇനിയും വളർത്താമെന്ന് വിചാരിച്ചു. ഇപ്പോഴും കുറച്ച് ചെടികളുണ്ട് കേട്ടോ, ആദ്യത്തെ പോലെ തോന്നില്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുണ്ട്. നിങ്ങളുടെ ഡ്രസ്സ് കണ്ടില്ല ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫുൾ ഔട്ട്ലുക്ക്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പോയി നമുക്ക് എന്തെങ്കിലും സിപ്പപ്പോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമെന്ന്. അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. ഒരു 10-25 ആൾക്കാരുണ്ടായിരുന്നു ഗൈസ് ആ പുരയിൽ. നമ്മളെ പോയവരടക്കം അങ്ങനെ കുട്ടികൾ, ചെട്ടികൾ, പിന്നെ ഇത്താത്തമാർ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിപ്പപ്പ് വാങ്ങാൻ വിചാരിച്ചു. സിപ്പപ്പ് വാങ്ങി. അങ്ങനെ 2 ഫ്ലേവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ചൂടേനു ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അന്നേരം വരെ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ മുഖത്ത് ലെൻസ് കാണൂല, കാരണം ഞാൻ ലെൻസ് ഊരിക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകേണ്ട വഴിക്ക് ഇതൊക്കെ കുറേ ഇടക്കൂടൊക്കെ പോകാനുണ്ട് ഈ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വൈതെറ്റി. അങ്ങനെ പിന്നെ ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും ഏകദേശം. എന്നിട്ടൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ നേരെ എല്ലാവർക്കും പകിച്ച് വീതിച്ച് കൊടുത്തു ഗൈസ്. ഒരാൾക്ക് ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ പിന്നെ അന്നേരം അവിടെ കച്ചറ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അമ്മ അവിടെ നിന്ന് 2 എടുത്തത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലേനു കേട്ടോ ഗൈസ്. പിന്നെ അവസാനം ഇത് എല്ലാവർക്കും കൊടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ
പിന്നെ സാധനം മിസ്സിങ്, പിന്നെ ഫുള്ള് കച്ചറ. അങ്ങനെ പിന്നെ ഇതെല്ലാവർക്കും വീതിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കുന്ന ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും കൂടി കിടന്നും ഇരുന്നും മറഞ്ഞും തിരിഞ്ഞും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചും കുറച്ച് കളിച്ചും പിന്നെ കുറച്ച് ഡാൻസിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതൊന്നും അപ്ലോഡ് ചെയ്യൂല ഗൈസ്. നമ്മൾ വെറുതെ കോമഡിക്ക് ഇങ്ങനെ ഡാൻസ് കളിച്ചാണ് ഗൈസ്. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു ഗൈസ്, നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ കുറേ നിർബന്ധിച്ചു, ബട്ട് നമ്മൾ ഇരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. അവിടെ അത് പുതിയ ഹോട്ടലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എല്ലാവർക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ചായ വാങ്ങി. അങ്ങനെ ചായ വാങ്ങിയിട്ട് നമ്മളിതങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖം ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട ഗൈസ്, രാവിലെ പോയതല്ലേ. എന്നിട്ട് ഇപ്പോഴും ഇത്ര നേരമായിട്ട് മുഖമൊന്നും കഴുകുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, എവിടേക്കും പോയിട്ടൊന്നുമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വളരെ ലൈറ്റായിട്ട് നമ്മൾ മസാല ദോശ വാങ്ങി ഗൈസ്. കൂടുതൽ നല്ല ബീഫ് റോസ്റ്റും നല്ല ചിക്കൻ 65 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയതാ നേരെ ഞാൻ എൻ്റെ വണ്ടി ഡെയിലി മൂടിട്ടു. അപ്പോൾ ഇമ്മൻ്റെ വണ്ടിയിൽ പൂച്ച ഷീറ്റ് കീറി. അപ്പോൾ പിന്നെ ഓക്ക് പേടി. അപ്പോൾ ഓള് നേരെ ഓളെ വണ്ടി വാങ്ങിയതിന് ശേഷം ഓളിപ്പോഴാണ് വണ്ടിക്ക് കവറിടുന്നത് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ അതും കവറൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നേരെ ഒന്ന് ഫ്രഷായി ഗൈസ്. ഞാൻ കുളിച്ചില്ല, ബട്ട് മേലൊക്കെ ഒന്ന് കേക്ക് ഫ്രഷായി. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ജസ്റ്റ് മോയ്സ്ചറൈസറും അങ്ങനെ കണ്ണിലെ കൺമഷി ഒന്നും പോകുന്ന പോലില്ലേനു. അങ്ങനെ ജസ്റ്റ് മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ ഇട്ട് കണ്ടിട്ട് ഞാനൊന്ന് സെറ്റായി ഗൈസ്. അങ്ങനെ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ അറിയുള്ളൂ. ഇതിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി വരുന്ന ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. അപ്പം ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഉമ്മ.